ജോക്കുട്ടനും ജോസും കൂടെ ചെറുതേനീച്ച കൂട് കണ്ടുപിടിച്ചു നമ്മുടെ ഈ ലൈറ്റിന്റെ ഇടയ്ക്ക്. ഈ ലൈറ്റിന്റെ ഇടയ്ക്കുന്ന് ഈ തേനീച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റണമെന്ന് അവരുടെ ആഗ്രഹം. അതെന്ത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായി ഇതുപോലെ ഒരു കല എടുക്കുക. ഈ കലത്തിൽ നമ്മൾ ഡ്രില്ലെടുത്ത് ഇവിടെ ഒരു ഹോൾ ഇടണം. ആ ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാ? അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു പൈപ്പ് എടുത്തു. ഇതുണ്ട് ഇതുപോലെ പൈപ്പ്. ഈ പൈപ്പ് ഇതിന്റെ അതുകൂടെ ഇടുക. കണ്ടോ, ഇത് PVC പൈപ്പ് ഇങ്ങനെ ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ആ പൈപ്പ് നമ്മുടെ കലത്തിൽ ഒട്ടിക്കണം. അതിന് നമ്മൾ MCL എടുക്കുന്നു. MCL മിക്സ് ചെയ്യുന്നു. നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്ത് അത്, കാരണം അല്ലാതെ ഒട്ടി ഊരിപ്പോവല്ലേ. നമ്മളെ മണ്ണായാലും മതി, പക്ഷെ MCL നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ MCL ആകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ബലമായിട്ടിരിക്കും. അതുകൊണ്ടാണ് MCL എടുത്തത്. നമ്മൾ MCL മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇതുണ്ടോ ഇതിന്റെ ചുറ്റും ഇങ്ങോട്ട് കണ്ടോ, മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കും മനസ്സിലാകാതെ ഉണ്ടോ? ഇല്ല. അപ്പം ഇതിങ്ങനെ ഫിക്സ് ചെയ്തു. നമ്മള് ഇത് മണ്ണ് തൂത്താലും മതി. മണ്ണ് തൂത്ത് കഴിഞ്ഞാൽ ചിലപ്പം പോയെന്നിരിക്കും. അല്ല അതുപോലെ ഇളകുന്നില്ലെങ്കിൽ നമുക്ക് MCL ഫിക്സ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ സ്വല്പം MCL എടുത്തു ഇതിന്റെ അകത്തൂടെ തൊടുക. കാരണം ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ പൈപ്പ് ഊരി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് അകത്തൂടെ ഇതുണ്ടോ, അകത്തൂടെ ഫിക്സ് ചെയ്യാം. കണ്ടോ? പക്ഷെ നമ്മൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ ചെയ്തപ്പം വേറെ പ്രശ്നമുണ്ട്. ഇതിന്റെ അതിൽ 8 കാലിയുണ്ട്. കണ്ടോ, 8 കാലി ഉണ്ടോ? ശ്രദ്ധിക്കണം, 8 കാലിയൊക്കെ ഇങ്ങനെ കാണും. അപ്പൊ പിള്ളേരത് എടുക്കുമ്പോ ഏതെടുത്താലും ഇതേതെടുത്താലും അങ്ങനെ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ തിരിച്ചു വരൂ എന്റെ കുട്ടികൾ, തിരിച്ചു വരൂ. അപ്പൊ നമ്മൾ അകത്തോടെ ഇത് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതുപോലെ പാത്രം എടുക്കുമ്പോൾ അതിന്റെ അകത്ത് 8 കാലി കാണും, ക്ഷുദ്രജീവികളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. കെയർഫുൾ ആയിരിക്കും, കടിച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 8 കാലി ഇരുന്നോണ്ട് ഇത് പഠിച്ചില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ജോസുവിന്റെ കയ്യിലിരിക്കുന്ന ഈ കവർ, കാരണം ഇത് അടച്ചു വെക്കണം. കാരണം നമ്മുടെ ഈ തേനീച്ച നമ്മുടെ ഇതിലെ പോകാതിരിക്കാൻ. അടുത്തത് ജോക്കൂട്ടന്റെ കവർ. ഈ കവർ നമ്മൾ ഇവിടെ ഇട്ടു, അടച്ചു. എന്നിട്ട് ഇവനെ നമ്മൾ ബലമായിട്ട് മുറുക്കി കെട്ടണം. കണ്ടോ, നല്ല ജോന് മുറുക്കി കെട്ടി. അപ്പോൾ ഈ കലത്തിന്റെ ഈ ഹോള് നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരായി. ഓക്കെ. അത് എടാ ചോയിങ്ങോ, ഇത്ര ചോദിക്കാൻ കിട്ടിയല്ല. അപ്പൊ ഒത്തിരി ചോദിക്കാൻ വേണ്ടേ? എടാ ഇത്ര കൂടുതൽ വേഗം ഇത്ര ചോദിക്കാൻ കിട്ടും. ചോദിക്കാൻ നമ്മള് ഈ ലാസ്റ്റല്ലേ പശ വരുള്ളൂ, അപ്പൊ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് MCL ഒട്ടിച്ച്. MCL മണ്ണുകൊണ്ട് ഒട്ടിക്കാം. ഓക്കെ. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. ഇത് നമുക്ക് പ്ലേസ് ചെയ്യണം. ഇതിന്റെ ഇവിടെയല്ലേ ഇരിക്കും നമ്മുടെ തേനീച്ച. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാം. ഇതിന്റെ അകത്തേക്കല്ല നമ്മൾ കയറ്റണ്ടേ? കയറണ്ടേ. അപ്പൊ ഇവനെ നമ്മൾ ഇവിടെ ഉറപ്പിക്കാം. നോക്കാം, ചെയ്യാം. അത് കെട്ടി ഉറപ്പിക്കണം അവിടെ. കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ കലം. ഇതിനടുത്ത് ഇവനെ ഇങ്ങനെ കെട്ടി ഉറപ്പിച്ചു. അപ്പോൾ നമ്മള് ഇപ്പം ഇങ്ങനെ ഇതിനോടടുത്ത് തന്നെ ഈ കലം നമ്മൾ ഫിക്സ് ചെയ്തു, പൈപ്പ് കിട്ടും. അപ്പൊ ഇതിന്റെ ഈ പൈപ്പിന്റെ അകത്താണ് നമ്മൾ തേനീച്ച ഉള്ളത്. ഈ തേനീച്ച ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ തേനീച്ച സഞ്ചരിക്കുന്നതും ഇത് കൂട് കൂട്ടുന്നതും കുട്ടികൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ. ഈ ഫ്ലെക്സിബിൾ പൈപ്പ്, നമ്മുടെ ഫ്ലെക്സിബിൾ പൈപ്പ്, ട്രാൻസ്പെറന്റ് പൈപ്പ് എടുത്തത്. അല്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്തൂടെ ഈ തേനീച്ച പോകുന്നതും കൂട് കൂടുന്ന ജോക്കൂട്ടനും ജോസുവിനും മനസ്സിലാകണം. അതുകൊണ്ടാണ് ഈ പൈപ്പ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കും. ഇതുണ്ടോ, ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് ഈ കലത്തിന്റെ ഇവിടെ തൊള്ളയിടണം. ആ തൊള്ളയിടുന്ന വെച്ചാൽ ഇതിലേക്കൂടെ തേനീച്ച കയറി ഇതിലെ വന്നിറങ്ങി കൂട് കൂട്ടണം. കാരണം അവർക്ക് ഇറങ്ങി പുറത്ത് വരണം. ഇതിന്റെ അകത്ത് തേനീച്ച വരും. അടുത്തത് നമ്മൾ ഈ ടേപ്പ് എടുത്ത് ഇവനെ ഫിക്സ് ചെയ്യാണ്. ടേപ്പ് എടുത്ത് ചുറ്റി ഇതിലേക്കാക്കുക.
ഓക്കെ, തേനീച്ച നമ്മൾ സീൽ ചെയ്തു. തേനീച്ച അപ്പം ഇതിന്റെ അകത്തെ ഈച്ചകൾ ഈ പൈപ്പിൽ കൂടെ വന്ന് ഇവിടെ ഒരു തുളയുണ്ട്, ഇവിടെ വരും. എന്നിട്ട് ഇവിടെ ഇതിന്റെ സൈഡ് ആയുമ്പോൾ ഇവിടെ നമ്മൾ കൂടുണ്ടാക്കി അവര് ഇതിന്റെ അകത്ത് താമസം ഉറപ്പിക്കും. അപ്പൊ ഇതിന്റെ അകത്തെ എല്ലാ ഈച്ചകളും വന്ന് ഇതിലെ കൂടും ഇങ്ങോട്ട് അവൻ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചല്ലോ. ഓക്കെ, ബൈ. ഈ പൈപ്പിൽ കൂടെ ഈച്ച വന്ന് ഈ കലത്തിൽ വരും. ഈ കലത്തിൽ വന്നതിന് ശേഷം കലത്തിൻ്റെ അകത്തൊരു ഹോളുണ്ട്, വേറൊരു ഹോള് പുറത്തേക്ക് ഇട്ടണം. ആ പുറത്തേക്കുള്ള ഹോളിൽ കൂടെ ഇറങ്ങി അതിലെ കയറി ഇറങ്ങി കലത്തിൻ്റെ അകത്ത് അവർ ഈ അകത്തെ തേനീച്ച വന്നിട്ട് കലത്തിൻ്റെ അകത്ത് കൂട് വെക്കുകയും ചെയ്യും. അപ്പോൾ മുഴുവനും തേനീച്ച അതിൻ്റെ അകത്തുനിന്ന് കൂട് വെച്ച് കഴിയുമ്പോൾ നമ്മളിത് ഡിറ്റാച്ച് ചെയ്യും. ഈ വിളക്കിൻ്റെ പൈപ്പിൽ നിന്നും അത് ഡിറ്റാച്ച് ചെയ്ത് സ്വതന്ത്രമായിട്ട് അതിനെ മാറ്റും. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ ചെറിയ ഫ്ലെക്സിബിൾ പൈപ്പിൽ കൂടെ ഈച്ച പോയി ആ കലത്തിലേക്ക് പോകുന്നു, കലത്തിൽ ചെല്ലുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ഈ കലത്തിലേക്ക് എല്ലാ ഈച്ചയും വന്ന് അതിൻ്റെ അകത്തേക്ക് കൂട് മാറ്റുകയും ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും അതുപോലെ ചെയ്യുക. സൈനിങ് ഓഫ്, ജെയ്സൺ.